പ്രഭാത കേരളം തുടരുമ്പോൾ ഏറ്റവും ആശ്വാസകരമായ കാര്യം PT7 പിടികൂടി എന്നുള്ളതാണ്. 7:25 കൂടിയാണ് PT7 മയക്കുവെടി വെക്കുന്നത്. ഇപ്പോൾ സമയം 8 മണിയാകാൻ 5 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ആ 30 മിനിറ്റ് കഴിഞ്ഞുപോയ 30 മിനിറ്റ് വളരെ നിർണായകമായിരുന്നു. ആന മയങ്ങാനെടുക്കുന്ന ആ ഒരു സമയമാണ് കഴിഞ്ഞുപോയ 30 മിനിറ്റ്. പ്രസാദ് അവിടെ നിന്നും തുടരുന്നുണ്ട്. പ്രസാദ്, എങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ? ആനയെ മയങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പൂർണ്ണമായും. ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? രജനി, ഇനി PT7 തിരിച്ച് കൂട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളാണ് ഉള്ളത്. എന്തായാലും കുറെ നാളുകളായി ഉള്ള ഈ പ്രദേശത്തിന്റെ ഒരു ആവശ്യമായിരുന്നു PT7 പിടികൂടുക എന്നുള്ളത്. അത് മയക്കുവെടി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനെ കൂട്ടിലേക്കാക്കുക ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. ആനയെ മയക്കുവെടി വെച്ച് കഴിഞ്ഞു. നിങ്ങളെ ഈ നാട്ടിലൊരു പ്രധാന ആവശ്യമായിരുന്നു. എന്താണ് പറയാനുള്ളത്? ഒരുപാട് ആശ്വാസമുണ്ട്, പക്ഷേ അതിലേറെ ആശങ്കയുണ്ട്. കാരണം രാവിലെ പകല് 6 മണിക്ക് 7 മണിക്കും കൂടി റോഡിലൂടെ നടക്കാൻ വയ്യാത്ത ഒരു ആനശല്യമാണ്. ഈ PT7 മാത്രമല്ല, അതുപോലെ മറ്റ് പല ആനകളും ഉണ്ട്. ഒരു കൂട്ടം തന്നെ ഉണ്ട്, 4-5 എണ്ണം, ചില ദിവസം 3-4 വീടുകളുടെ ഇടയിൽ കൂടെ വരിക. കൃഷി പിന്നെ ഡെയിലി വന്ന് നശിപ്പിക്കുകയാണ്. നെൽകൃഷി കൂടുതലും ഡെയിലി കർഷകർ കാവല് കിടക്കുന്നുണ്ട്. പക്ഷെ കാത്തിട്ട് പടക്കം പൊട്ടിച്ചാലും പോകാത്ത അവസ്ഥയാണ്. നേരത്തെ പടക്കം പൊട്ടിച്ചാൽ പോവായിരുന്നു. ഇപ്പം പടക്കം പൊട്ടിക്കുക ടോർച്ചടി ചെയ്ത് ആൾക്കാർ നേർക്കാൻ വരുന്നു. അതായത് PT7 പിടികൂടിയത് ആശ്വാസം, പക്ഷെ അതോടൊപ്പം തന്നെ കൂടുതൽ ആനകളുള്ളതും കൂടി ചെറിയ ആശങ്കയുണ്ട്. PT7 ഏറ്റവും നല്ലൊരു ആശ്വാസം തന്നെയാണ് പറയുന്നതിൽ. ഇനി അടുത്ത PT7 ഉണ്ടാവുമെന്നുള്ള ഡൗട്ടാണ്. ആനകൾ നേരെ തിങ്ങി നിറയെ ഉണ്ട്. ഈ കൃഷികളും പല കാര്യങ്ങളും എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങൾ സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കുമെന്നത് അറിയില്ല, കൊടുക്കേ പറ്റുള്ളൂ. ഈ കാര്യങ്ങളാണത്. എന്തായാലും PT7 പിടിച്ചത് ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. അത് കൂടുതൽ ആളുകളുണ്ട്. എന്താ പറയുള്ളത്? എന്തായാലും നിങ്ങളെല്ലാം ഉറക്കം കെടുത്തിയ PT7 പിടിച്ചത് വളരെ സന്തോഷമുണ്ട്. PT7 ഇനിയൊരു PT7 എത്രണ്ണം വരുന്നുള്ളതാണ് ഞങ്ങൾക്ക് ഭയം. അതായത് ഒരുപാട് ആനകളുണ്ട്, ഒരു PT7 മാത്രമല്ല ഇവിടെ. ഈ PT7 അരുവറ പറഞ്ഞ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഉടവങ്കാട് ഭാഗത്ത് 2 ആന നെൽപ്പാടത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്. കർഷകർക്ക് ഇതും കൊണ്ടൊന്നും ഒരു സമാധാനവുമില്ല. ഇതിന് ശാശ്വത പരിഹാരം, അതാണ് ഏറ്റവും പ്രധാനം. റെയിൽ ഫെൻസിങ്, അതാണ് ഇവിടെ 52 ലക്ഷം രൂപ മുടക്കിയിട്ട് പണിതതാണ് പരിഹാരത്തിന് വേണ്ടി. ആ മതിൽ നിങ്ങളൊന്ന് എടുത്ത് കാണിക്കണം. നിങ്ങൾ ചാനലുകാരാണെങ്കിൽ അതൊന്ന് എടുത്തിട്ട് കാണിക്കണം. 52 ലക്ഷം രൂപ മുടക്കിയിട്ട് ചെയ്ത പണിയാണ്. 1 കോടി ഇവിടേക്കില്ല. റെയിൽ ഫെൻസിങ് BS ഫണ്ടിൽ ഉപയോഗിച്ചാണ്. അത് ഈ ഫോറസ്റ്റുകാരന്റെ അലംഭാവ കാരണം വയനാട്ടിലേക്ക് പോയി. അതാണ് ഉണ്ടായിരിക്കുന്നത്. PT7 പിടിച്ച കാര്യത്തിൽ സന്തോഷമുണ്ട്. PT7 മാത്രമല്ല, PT40, PT5 എന്ന് പറഞ്ഞിട്ടുള്ള 5-6 ആന പുറകെയുണ്ട്. അപ്പൊ ഒന്ന് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല. ബാക്കിയുള്ള ആൾക്കാർക്ക് ശാശ്വത പരിഹാരം കാണണം. ഇനിയെങ്കിലും ഇതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് പഠിക്കാനും കാര്യം കപ്പാസിറ്റി മനസ്സിലാക്കി വെച്ച് ബാക്കിയുള്ള ആന ഒഴിവാക്കാനും ഉള്ള സംവിധാനം കാണേണ്ടതാണ്. അതാണ് പറയുന്നത്. അതായത് പിന്നെ PT7 പിടിച്ചതിൽ ആശ്വാസമുണ്ട്, പക്ഷെ അതുകൊണ്ട് മാത്രം പ്രശ്നപരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതികരണം. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉറക്കം കെടുത്തിയത് PT7 മാത്രമല്ല, പക്ഷെ PT7 ആയിരുന്നു എല്ലാ ദിവസവും ഉറക്കം കളഞ്ഞത്. മറ്റാനകളും പല സ്ഥലങ്ങളിലായി പല സമയങ്ങളിലായി ഇവിടെ ഇറങ്ങുകയും അത് കൃഷി നശിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ ആനശല്യത്തിനൊരു ശാശ്വത പരിഹാരം, അതായത് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നതാണ് നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ PT7 പിടികൂടാൻ കഴിഞ്ഞതിന്റെ ആശ്വാസവും എല്ലാം അവർ പങ്കുവെക്കുന്നുണ്ട്. ഇപ്പൊ ആനയെ പിടിച്ചു, ആനയെ മയക്കുവെടി വെച്ചു. എന്താണ് ചേട്ടന് തോന്നുന്നത്? ഞാനിവിടുത്തെ ആളല്ല, ഇവിടെയുള്ള ആളല്ല. ഇത് കേട്ടറിഞ്ഞു വന്നതാണ്. കൃഷി ഉണ്ടാക്കിയിട്ട് കിട്ടാൻ വഴിയില്ല. അതായത് ഞങ്ങള് മുണ്ടൂർ പഞ്ചായത്തിലെ എല്ലാ ആടാട്ടത്തിലും കിടക്കണം. 4 ദിവസം ഞാൻ പാർട്ടി ചോടി 12 കുതിര കൊണ്ട് കാവലി കിടക്കണം. 5 കുതിര കൊണ്ട് കാവലി കിടക്കാൻ പറ്റില്ല. കൂർക്ക് 2 ഏക്കർ സ്ഥലത്ത് കൂർക്ക് വെച്ചിട്ട് പാതി കിടക്കാൻ കിട്ടിയില്ല എനിക്ക്. ഇപ്പൊ ഇന്ന് രാവിലെ ഉള്ളിൽ ഇന്നും കണ്ടിറങ്ങി നെല്ലിന്. ഇന്നെന്താ ഇറങ്ങിയിട്ടുള്ള? ഇന്ന് നെല്ലും കണ്ടത്ത് ഇറങ്ങിയിട്ട് കുറെ നശിപ്പിച്ചാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. 5 കാലിന് എനിക്കറിയില്ല. 5 കാലിനാണ് ആന അവിടുത്തെ കയറി വന്നിരിക്കുന്നത്. 5 മണിക്ക് ശേഷം ഞങ്ങൾ പാർട്ടി വേണ്ടി ചോട് ചെയ്ത് അത്രയും ഉപദ്രവമാണ്. ഞാനിപ്പോ 2 മാസമായി പാർട്ടിയായി കിടക്കുന്ന ആളാണ്. അതാണ് സഹിത്ത് പറയുന്നത്. കാരണം അവരെല്ലാം തന്നെ അവരുടെ അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി അവരെ നേരിട്ടിരുന്ന PT7 മാത്രമല്ല മറ്റാനകളുമുണ്ട്. ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ പാടത്ത് ഇന്ന് രാവിലെയും ആന വന്നു. ചേട്ടന്റെ പേരെന്ന് പറയാമോ? എന്താ പേരെന്താ? ആറുമുഖൻ. അത് മുണ്ടൂരാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. മുണ്ടൂർ പഞ്ചായത്തിൽ മുണ്ടൂർ പഞ്ചായത്തിൽ കിഴക്കേക്കരയ്ക്ക് താഴെ.
അതായത് നമ്മുടെ പുതുപ്പേര് പഞ്ചായത്തിന്റെ മുണ്ടൂർ പഞ്ചായത്തിന്റെ ബോർഡറാണ്. ഞാൻ താമസിക്കുന്നത് പുതുപ്പേര് പഞ്ചായത്തിലാണ്. വീട് ഇവിടെ അടുത്താണ്. കൃഷി കംപ്ലീറ്റ് മുണ്ടൂർ പഞ്ചായത്തിലാണ്. അതാണ് പിന്നെ നശിച്ചിട്ടുള്ളത്. കണ്ടമാനം നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് PT7 മാത്രമല്ല മറ്റ് ആനകളും ഇറങ്ങുന്നുണ്ട്. അതിനുള്ള ശാശ്വത പരിഹാരമാണ് ആവശ്യം എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു PT7 പിടിച്ചതുകൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ PT7 പിടിച്ചത് അത്രയും ആശ്വാസം എന്നുള്ളതാണ്. കാരണം അത് നിരന്തരം ഇറങ്ങുന്ന ഒരു ആനയായതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. എന്തായാലും ആനയെ ഇനി PT7 കൂട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ധോണിയിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള കൂട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളിലേക്കാണ് ഇനി കടക്കുന്നത്. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെല്ലാം അങ്ങോട്ട് അകത്തേക്ക് കടന്നു കഴിഞ്ഞു. അവിടെ ലോറി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി കുങ്കിയാനയുടെ സഹായം ആവശ്യമാണ്. കുങ്കിയാനയും അതിലൂടെ എത്തിക്കും. ഒരുപക്ഷെ കുങ്കിയാനയെ ഇനി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനത്തിനകത്തൂടെ ആയിരിക്കാം ഒരുപക്ഷെ കുങ്കിയാനയെ കൊണ്ടുപോകുക. നമുക്കതിന്റെ അവിടെ 3 കുങ്കിയാനകളാണ്. വിക്രം, ഭരതൻ, സുരേന്ദ്രൻ, ഈ 3 കുങ്കിയാനകളെയാണ് ഈ ദൌത്യത്തിനായി സഹായത്തിനായി ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ 100ഓളം വനം വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം ഈ സഹായത്തിനായി ഇവിടെയുണ്ട്. 25 പേരടങ്ങുന്ന വയനാട്ടിൽ നിന്നെത്തിയ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ദൌത്യത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. മറ്റ് 50 പേർ ഇതിനെ സഹായിക്കുന്നതിന് വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയിരുന്നു. അവർക്കെല്ലാം ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇന്നലെ നൽകിയിരുന്നു. ഇന്നലെ രാവിലെ 5 മണിയോടുകൂടിയാണ് ദൌത്യസംഘം ആദ്യമായി വനത്തിനകത്തേക്ക് കടക്കുന്നത്. അതിലെ ട്രാക്കിംഗ് ടീം PT7 കണ്ടെത്തിയിരുന്നു. ചപ്പാത്ത് മേഖലയിൽ ഉണ്ടായിരുന്ന PT7 പിന്നീട് ഉൾവനത്തേക്ക് വലിഞ്ഞതോടുകൂടി ഉച്ചയ്ക്ക് തന്നെ ദൌത്യം അവർ അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ട്രാക്കിംഗ് ടീം സപ്പോർട്ടിംഗ് ടീമിനെ പൂർണ്ണമായും പിൻവലിച്ചെങ്കിലും ട്രാക്കിംഗ് ടീം അവിടെ തുടരുകയും ഇന്ന് രാവിലെ കോർമ മേഖലയിൽ PT7 ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടർ അരുൺ സക്രിയയും സംഘവും രാവിലെ പുലർച്ചെ തന്നെ 6 മണിയോടുകൂടി തന്നെ ഇതിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. 7:15 7:20 ആനയെ മയക്കുവെടി വെച്ചു എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നു. പിന്നീട് ഔദ്യോഗികമായി തന്നെ അതിൽ സ്ഥിരീകരണം വരുന്നുണ്ട്. ഇനി ആനയെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികളാണ് PT7 പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. അതിലേക്ക് ആളുകളും ഈ പ്രദേശത്തുള്ള ആളുകളും വലിയ ആശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ്. അതോടൊപ്പം തന്നെ അവരുടെ ആശങ്കയും അവർ പങ്കുവെക്കുന്നുണ്ട്. കാരണം PT7 മാത്രമല്ല കൂടുതൽ ആനകൾ ഇറങ്ങുന്നുണ്ട്. ഇന്ന് രാവിലെയും അദ്ദേഹം മുണ്ടൂരിലുള്ള ഒരു കർഷകൻ അദ്ദേഹത്തിന്റെ വേദന നമ്മളോട് പങ്കുവച്ചിരുന്നു. ഇന്ന് രാവിലെയും അദ്ദേഹത്തിന്റെ പാടത്ത് ആനയിറങ്ങി കൃഷി നശിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം PT7 മാത്രമല്ല, പക്ഷേ PT7 ഒരാനയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞാൽ അത്രയും ആശ്വാസം എന്നുള്ളതാണ്. PT7 ഏറ്റവും കൂടുതൽ ധോണി മേഖലയിലായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത്. ധോണിയിലെ മായാപുരം, അതോടൊപ്പം ധോണിയിലെ വിവിധ പ്രദേശങ്ങളിലെല്ലാം തന്നെ PT7 നിരന്തരം ഇറങ്ങിയിരുന്നു. വരക്കുളം എന്ന് പറയുന്ന മേഖലയിൽ നിന്നും എല്ലാ ദിവസവും രാത്രിയും പുലർച്ചെയുമെല്ലാം ആ ആന അവിടെ സഞ്ചാരം നടത്തിയിരുന്നു. ആളുകളുടെ ഉറക്കം കെടുത്തിയിരുന്നു. അവരുടെ കൃഷി നശിപ്പിച്ചു. ആളുകളുടെ അത്രയേറെ കണ്ണുനീർ PT7 കർഷകരുടെ കണ്ണുനീർ ഈ പാടത്ത് വീഴ്ത്തിയിട്ടുണ്ട്. രാത്രി കാവലിരുന്നാലും ഒരുപക്ഷെ ഒരു കർഷകൻ ഒന്ന് മയങ്ങുമ്പോൾ PT7 എത്തി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം. എത്ര കാവലിരുന്നാലും PT7 പിടികൂടാൻ അല്ലെങ്കിൽ PT7 തുരത്താൻ കഴിയാത്ത സാഹചര്യം എല്ലാം ഉണ്ട്. ഇന്നലെ ഒരു കർഷകൻ നമ്മളോട് പറഞ്ഞത് ദൌത്യസംഘം അകത്തേക്ക് കയറിയതുകൊണ്ട് ഞങ്ങൾ ആശ്വാസത്തിനായാണ് ഒരു ദിവസമെങ്കിലും കണ്ണടച്ചത്, ഉറങ്ങിയത്. പക്ഷേ നേരം വെളുത്തപ്പോൾ കേശവൻ എന്ന് പറയുന്ന മായാപുരത്തുള്ള ആൾ, മൂലപ്പാടം എന്ന് പറയുന്ന സ്ഥലത്തുള്ള കർഷകന്റെ പാടം PT7 ഇറങ്ങി നശിപ്പിക്കുകയും തിരിച്ച് ചപ്പാത്ത് മേഖലയിലേക്ക് പോവുകയും ചെയ്തു. ചപ്പാത്ത് നിന്നും ഉൾക്കാട്ടിലേക്ക് കയറുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയുള്ള നടപടികൾ എന്ന് പറയുന്നത് കുങ്കിയാനയെ ഉപയോഗിച്ച് ആദ്യം ഈ ആനയെ മയങ്ങി നിൽക്കുന്ന ആനയെ കുങ്കിയാനയെ ഉപയോഗിച്ച് ലോറിയിലേക്ക്, നമ്മൾ നേരത്തെ കണ്ട ആ ലോറിയിലേക്ക് കയറ്റും. ആ ലോറിയിൽ നേരെ ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. അവിടെ പ്രത്യേകം സജ്ജമാക്കിയ കൂട്, ആ കൂടെന്ന് പറയുന്നത് 15 അടി നീളവും 15 അടി വീതിയും 18 അടി ഉയരവുമുള്ള യൂക്കാലി മരങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു കൂടാണ്. യൂക്കാലി മരങ്ങൾ കൊണ്ട് ഇതിന് ഉപയോഗിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരു വന്യജീവിയാണ്. അപ്പോൾ അത് പുറത്തേക്ക് വരാൻ ഉള്ള എല്ലാ സാധ്യതകളും ആക്രമണ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കും. കൂട് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കൂട് തകർക്കുമ്പോൾ ആനയ്ക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യൂക്കാലി മരങ്ങൾ ചെയ്താൽ ഈ മരം ചതയുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് ശരീരത്തിൽ കൂടുതൽ മുറിവുകൾ ഉണ്ടാകാതെ ഈ ആനയ്ക്ക് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതെ സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടുകൂടിയാണ് യൂക്കാലി മരം ഉപയോഗിച്ചുള്ള കൂട് നിർമ്മിക്കുന്നത്. പൊതുവെ സ്വീകരിക്കുന്ന ഒരു മാർഗം ഇതാണ്. ഈ കൂട്ടിൽ ഇട്ടാണ് പിന്നീട് ആനയെ പരിശീലിപ്പിക്കുക. കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലിപ്പിക്കുക. അതിൽ എത്ര ദിവസം കഴിഞ്ഞാലാണ് ഇതിനെ PT7 കുങ്കിയാനയാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളത് അത് ആനയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ അരുൺ സക്രിയുടെ അദ്ദേഹത്തിന്റെ സർവീസ് കാലയളവിലെ അനുഭവം നമ്മളോട് പങ്കുവച്ചത് 60 ദിവസം കൊണ്ട് ഒരു ആനയെ പരിശീലിപ്പിച്ച്
കുങ്കിയാനയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ 2 വർഷമെടുത്ത ആനകളും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ആന എത്രത്തോളം ആക്രമണ സ്വഭാവവും കീഴടങ്ങാനുള്ള അല്ലെങ്കിൽ മെരുങ്ങാനുള്ള വൈമനസ്യവും കാണിക്കുന്നു, അത്രത്തോളം ഇതിന് സമയദൈർഘ്യം ആവശ്യമാണ്. വളരെ സങ്കീർണമായ ഒരു പ്രവർത്തനമാണ് ആനയെ മെരുക്കിയെടുക്കുക എന്നുള്ളത്. ഒരു കാട്ടാനയെ സംബന്ധിച്ചിടത്തോളം ഇതിനെ മെരുക്കിയെടുത്ത് മാറ്റി അത് കുങ്കിയാനയാക്കുക. കുങ്കിയാന എന്ന് പറയുന്നത് ഈ പരിശീലനം ലഭിച്ച ആനയാണ്. അതായത് അതിന് അതായത് കാട്ടാനയുടെ സ്വഭാവവും ഉണ്ടാകും. എന്നാൽ അതിൽ പാപ്പാൻ പറയുന്നത് അതിന് മെരുങ്ങാൻ അതിൽ ഇപ്പോൾ പാലക്കാട്ടെ ചിത്രം അതാണ്. ആശ്വാസത്തിന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത്. CV അനുമോദ് കൂടി അവിടെയുണ്ട്. അനുമോദ്, ജനങ്ങളുടെ പ്രതികരണം എന്താണ്? ഇപ്പോൾ പ്രസാദിനോട് സംസാരിച്ച പലരും പങ്കുവെച്ചത് പല തരത്തിലുള്ള അനുഭവങ്ങളും കഥകളുമാണ്. അവരുടെ ഒരു ആശങ്ക ഇപ്പോഴും നിൽക്കുന്നത് PT7 എന്ന ആനയെ മയക്കവെടി വെച്ച് പിടിച്ചാൽ കൂടിയും മറ്റ് ആനകൾ ആശങ്കയുണ്ടാക്കില്ലേ അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കില്ലേ എന്ന ആശങ്ക അവർ പൊതുവിൽ പങ്കുവെക്കുന്നുണ്ട്. ഈ തരത്തിൽ ജനങ്ങളുടെ പ്രതികരണം ഏതു തരത്തിലാണ് പുറത്തു വരുന്നത്? അവിടുത്തെ തയ്യാറെടുപ്പുകൾ, വനംവകുപ്പിന്റെ മറ്റ് നീക്കങ്ങൾ അതെങ്ങനെയാണ്? സഹിത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോർമയിലാണ്. ഈ PT7 മയക്കുവെടി വെച്ച് തെറിഞ്ഞ് 100 കണക്കിന് ആളുകളാണ് ഈ ഒരു വനമേഖലയിലേക്ക് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചേട്ടാ, എവിടുന്നാണ് വരുന്നത് ചേട്ടാ? ഞാൻ ഇവിടെ പരിസരവാസിയാണ്. ഈ PT7 വലിയ രീതിയിലുള്ള ഭീകരപരമായിട്ടുള്ള വിഷമകരമായിട്ട് ജീവിത രീതിയാണ് ഇവിടുത്തെ ജനങ്ങൾ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നതും. അതുപോലെ തന്നെ അത് തന്നെയാണ് ഇപ്പോഴത്തെ വലിയൊരു ആശ്വാസം. നിങ്ങളെ കൃഷിയിടത്തിൽ വരെ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾക്ക് കൃഷിയില്ലെങ്കിലും അയൽപക്കത്താണ് ഞങ്ങൾ കൃഷിയുടെ ഓരത്താണ് ജീവിതം നയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വർഷങ്ങളായിട്ട് ഉള്ളൊരു അനുഭവം. PT7 മാത്രമല്ല, ഒരുപാട് ആനകൾ ഇതിനെ ഇവിടെ വരുവും എത്തിച്ചേരുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ വലിയൊരു ആശ്വാസം ഗവൺമെൻറ്റും അതുപോലെ തന്നെ വനം വകുപ്പും എടുത്തിട്ടുള്ള നിലപാടിന് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം വനവും വന്യമൃഗത്തെയും സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഇനിയും സംരക്ഷണം ചെയ്യുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്നാണ്. ആശ്വാസം തോന്നുന്നുണ്ട്. ഇനി ആനകൾ ഇനിയും ഇവിടെ കുറേ ഉണ്ട്. അതിനും കൂടി ഒന്ന് ഇവിടെ നിൽക്കുന്നതാണ് ബുദ്ധിമുട്ട്. ജനങ്ങൾക്ക് ഒരു 7 മണി കഴിഞ്ഞാൽ ഒരു ഓട്ടോ വിളിച്ച് വരുന്നില്ല. ഒരു കാര്യത്തിന് വിളിക്കുമ്പോൾ ഒരാൾക്കാർ ഓട്ടോക്കാരും വരില്ല. നമുക്ക് വരുമ്പോൾ രാത്രി വരുമ്പോൾ വീട്ടുകാർക്കും ഭയങ്കര ബുദ്ധിമുട്ട് ആണ്. ഒരുപാട് ബുദ്ധിമുട്ട് നടക്കുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ്, ഈ വാർഡിൻ്റെ മെമ്പറും കൂടിയാണ്. വലിയ സന്തോഷം തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു ദൗത്യം എത്രയും പെട്ടെന്ന് ആനയെ മയക്കുവെടി വെച്ച് പിടിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയതിൽ. ഇത് കൂടാതെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതൊരു നിരന്തരം ഈ ആനകളില്ലെങ്കിൽ വേറെ ആനകളോടെ ഉണ്ട്. നമുക്ക് വന്യമൃഗങ്ങളുടെ ശല്യങ്ങളുള്ള ഒരു ഏരിയയാണ് പുത്തൂരം പഞ്ചായത്തിൽ പ്രത്യേകിച്ച്. അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരമാണ് ഗവൺമെൻറ്റും അതിൻ്റെ നിയമങ്ങളും മാറ്റി നമുക്ക് സംരക്ഷിക്കുന്ന നിയമം തന്നെ മാറ്റി എഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. PT7 ഒരുപാട് നാശം ഈ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. PT7 മാത്രമല്ല, വന്യമൃഗങ്ങളായ കുരങ്ങായിക്കോട്ടെ, പന്നിയായിക്കോട്ടെ, പുലി, കടുവ, അങ്ങനെയുള്ള എല്ലാ വന്യമൃഗങ്ങളും ഈ പ്രദേശങ്ങളെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇരയും കൂടിയാണ്. നമ്മളിവിടെ കഴിഞ്ഞ തവണ പുലി പിടിപെട്ട് അതിലെ കൂട്ടിൽ എൻ്റെ കൈയാണ് പോയത്. സഹായിച്ചതാണ്, ആ സമയത്തായിരുന്നു ഉണ്ടായത്. അങ്ങനെ നിരന്തരമായ ഒരു പിടികൂടിയത് ഇവിടുത്തുകാർക്ക് ഒരുപാട് ആശ്വാസമാണെന്ന് സാഹചര്യമാണ്. അതെ, തീർച്ചയായിട്ടും അത് ആയിട്ടുണ്ട്. മറ്റേ ആനകളും ഉണ്ട്, അതാണ്. പക്ഷേ ഇത് നമ്മളെ ജീവനെ തന്നെ ഹനിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വന്യമൃഗം കൂടിയാണ്. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഒരു PT7 പിടിച്ചതുകൊണ്ട് പ്രശ്നം ഇവിടെ പരിഹരിക്കുന്നില്ല. കൃഷി നശിപ്പിക്കുന്ന എല്ലാ മൃഗങ്ങളും, അതായത് ഇപ്പോൾ ഈ എർത്തുണ്ടല്ലോ, എർത്തും കാര്യമായി പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് മാനിൻ്റെ ശല്യം, ആനയുടെ ശല്യം, പന്നിയുടെ ശല്യം, കൃഷിക്കാർക്ക് മൊത്തത്തിൽ പറഞ്ഞാൽ കൃഷിയിട്ടെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഫോറസ്റ്റുകാർ അവരുടെ അനുഭവത്തിലേ ഇതിന് മുമ്പ് ഇത്രയും വന്യമൃഗശല്യം ഉണ്ടായിട്ടുണ്ട്? ഇത്രയും ഉണ്ടായിട്ടേ ഇല്ല. ഒരു 10-30 വർഷം മുന്നൊക്കെ മലയുടെ മുകളിൽ ആന വരും പോകും, അവിടെ അല്ലാതെ കണ്ട് ഇങ്ങണ്ടില്ല. അപ്പോൾ ഈ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ഈ ഭാഗമായതുകൊണ്ട് അതിനെ എറിയാനോ തല്ലാനോ കൊല്ലാനോ ഒന്നിനും പാടില്ല. ചീത്ത പറയാനടക്കം പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ. PT7 പിടികൂടിയത് നിങ്ങളെ സംബന്ധിച്ച്
അല്ല PT7 പിടിച്ചത് കൊണ്ട് കുറേ ആശ്വാസമുണ്ട്. മനുഷ്യന്റെ ജീവന് കുറച്ച് സുരക്ഷിതത്വമുണ്ട്. അതൊരു ആനയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ കൊല്ലുന്നത്. ബാക്കിയുള്ളത് പിന്നെ അത്ര ഭീകര ജീവി അല്ലാത്തത് ഇതുകൊണ്ട് കുറേ സമാധാനമുണ്ട്. ഒരെണ്ണം മനുഷ്യനെ ഇവിടെ ഇപ്പോൾ കുറേ ആൾക്കാരെ കൊന്നത് ഈ PT7 ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഒരു സമാധാനമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനമുണ്ട്. അത്രയൊക്കെ തന്നെ. കാട്ടാന ഇനി ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് ഇവിടുത്തെ പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ മാനിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് ഈ ഫെൻസിങ് ഒഴിവാക്കി റെയിൽ ഫെൻസിങ് സ്ഥാപിച്ചാൽ നന്നായിരിക്കുമെന്നൊരു അഭിപ്രായം നേരത്തെ മുതൽ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അതിന് ശാശ്വത പരിഹാരം ഈ ഗവൺമെന്റ് കാണണമെന്നൊരു അഭിപ്രായം കൂടെ അറിയിക്കാൻ ഫോറസ്റ്റുകാരോടും പറഞ്ഞാണ് റെയിൽ പെൻഷൻ ഇടുകയാണെങ്കിൽ കുറേ അവർ ഈ ഇങ്ങനെ കാലുകൊണ്ടാണ് തള്ളിയിട്ട് താത്തുന്നത്. ആ സാധനം കോൺക്രീറ്റ് ചെയ്തിട്ട് അതിലിടുകയാണെങ്കിൽ കുറേ അകലെയായിട്ട് ഇട്ടാൽ മതി. പക്ഷെ അപ്പോൾ ഇതിനെ തള്ളിയാൽ വരില്ലല്ലോ, അപ്പോൾ കുറേ ഒരു മാറ്റം ഉണ്ടാവും. അങ്ങനെ പെൻഷൻ ശാശ്വതമായിട്ട് ഇടുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അല്ലാത്ത രീതിയിൽ താൽക്കാലികമായിട്ടൊരു 4-5 പൈപ്പ് ഇരുമ്പ് പൈപ്പ് കൊണ്ടുവന്നിട്ടിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ആളുകൾ വന്നു